കർക്കിടക മാസത്തിൽ 10 ഇലകൾ കറി വെച്ച് കഴിക്കണം എന്നാണ് പറയുക. ഇവിടെ ഇപ്പോൾ 10 ഇലയൊന്നും കിട്ടാനില്ല. അപ്പോൾ കിട്ടിയ ഇല കറി വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു മത്തൻ്റെ ഇലയാണ് കേട്ടോ കറി വെക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചു. അതിലേക്ക് സവോളയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി കേട്ടോ, ഫ്രൈ ആവൊന്നും വേണ്ട. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കണ മത്തങ്ങയുടെ ഇലയും പിന്നെ കുറച്ച് കുമ്പളങ്ങയുടെ ഇലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു കുമ്പളങ്ങയുടെ ഇലയും വെക്കുക, കുഴപ്പമൊന്നുമില്ല എന്ന്. അങ്ങനെ അതും കൂടി അരിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വഴറ്റിയതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഉപ്പ് വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ, ഇലക്കറി ആവുമ്പോൾ പെട്ടെന്ന് ഉപ്പ് കൂടിപ്പോവും. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇല അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടുമ്പോൾ ചിലപ്പോൾ കുറേ ഉള്ള പോലെ തോന്നും. പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും അതങ്ങ് അവിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഇളക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത് എൻ്റെ ഇല വെന്തു. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ അങ്ങ് നേരം വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റൊക്കെ ഇളക്കിയെടുത്താൽ മതി. അതാണ് ടേസ്റ്റ് ആയിരിക്കുക. അങ്ങനെ കറിയൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ഇലക്കറി കഴിക്കാനായിട്ട് കർക്കിടക മാസം ഒന്നും ആരും കാത്തിരിക്കണ്ട കേട്ടോ. എപ്പോഴാണ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് കറി വെച്ചൊക്കെ കഴിക്കാം. എന്തായാലും ഹെൽത്തിന് നല്ലതല്ലേ. പിന്നെ പണ്ട് കാലത്തൊന്നും കറി വെക്കാനൊന്നും ഇല്ലാത്ത സമയമൊക്കെ ആണല്ലോ കർക്കിടകം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇലയൊക്കെ അന്ന് കറി വെച്ചായിരുന്നു.